2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഒരു സമൻസ് പോയതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. ലൈഫ് മിഷൻ കേസിലായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. എന്നാൽ അത് ലൈഫ് മിഷനിലല്ല, മറിച്ച് SNC ലാബിലാണെന്ന വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്തത്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് 2020 ഈ ലാവ്ലിൻ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ECIR, അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ പ്രാഥമികമായി പലരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അങ്ങനെ ഒരുപാട് മൊഴികൾ EDക്ക് മുന്നിലേക്ക് വന്നു. അതിൽ ദിലീപ് രാഹുൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം SNC ലാവ്ലിൻ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് അന്വേഷണത്തിൽ ബോധ്യമായതായി ED വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഈ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒഫീഷ്യൽസിനും രാഷ്ട്രീയ നേതാക്കൾക്കും ഫണ്ട് ചെയ്തിരുന്നു എന്ന മൊഴി ആണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വന്നത്. കൂടാതെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ G കാർത്തികേയനും പണം നൽകിയെന്ന മൊഴിയും വന്നിട്ടുണ്ട്. കൂടാതെ പിണറായി വിജയൻ്റെ മകന് വിദ്യാഭ്യാസ ആവശ്യത്തിനായി പണം നൽകിയെന്ന മൊഴിയും കൂടി എത്തിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിനെ വിളിപ്പിക്കാനുള്ള EDയുടെ നീക്കം ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയാണ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അന്ന് ലൈഫ് മിഷന്റെ കേസിൽ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് ഇദ്ദേഹത്തിന് സമൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ലൈഫ് മിഷൻ ആണെന്ന് വിചാരിച്ചു. ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഇത്രയും നാൾ മൂടി വെച്ചത് ശരിയല്ല. എന്നാൽ G കാർത്തികേയനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അപ്രസക്തമാണെന്നും എല്ലാം അന്വേഷിച്ചോട്ടെയെന്നും അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ ശബരിനാഥൻ വ്യക്തമാക്കി. പിന്നെ അതിനുശേഷം CBIയുടെ പ്രതിപട്ടിക വന്നു. ഈ വിഷയം CBI അന്വേഷിച്ചു. അതിലൊന്നും അദ്ദേഹത്തിന്റെ പേരില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിനകത്ത് പ്രതിയായിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി ശ്രീ G കാർത്തികേയനുണ്ടോ മറ്റൊരു കോൺഗ്രസ് മന്ത്രിയുടെ പേര് അതിനകത്തില്ല. SNC ലാവ്ലിൻ കേസിൽ CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2007 പിന്നീട് 2009 കുറ്റപത്രം കൊടുക്കുന്നു. പിണറായി വിജയൻ അടക്കം വിടുതൽ ഹർജിയുമായിട്ട് കോടതികളെ സമീപിച്ചു. തുടർന്ന് കോടതി അത് അനുവദിക്കുകയാണ് ഉണ്ടായത്. അതായത് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അതിനെതിരെയുള്ള അപ്പീൽ പെറ്റീഷൻ ഇപ്പോഴും സുപ്രീം കോടതിയിലാണ്. ഇതിനൊക്കെ ശേഷമാണ് 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഒരു ECIR കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ തുടർ നടപടികൾ 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമായും നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായില്ല എന്നും ബോധ്യമാകുന്നു. അതെന്തുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത് ED ആണ്. ക്യാമറമാൻ ജോയ് CR-നൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.